കബനി നദി വറ്റി വരളുമ്പോഴും മണൽ വാരൽ തുടരുന്നു. പാറക്കെട്ടുകൾക്കിടയിൽ അടിഞ്ഞുകൂടിയ മണൽ രാപ്പകൽ വ്യത്യാസമന്യേ കർണാടക ഭാഗത്തു നിന്നുള്ളവർ കോരിയെടുക്കുന്നത് തുടരുന്നു. വർഷങ്ങൾക്ക് മുൻപ് കബനിയിൽ നിന്നുള്ള മണൽ വാരൽ കേരളം നിർത്തിയിരുന്നു. കബനിയിൽ നീരൊഴുക്ക് നിലച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞു. 2 ആഴ്ച മുമ്പ് കാരാപ്പുഴ അണക്കെട്ടിൽ നിന്നുള്ള ജലം കബനിയിലേക്ക് തുറന്നുവിട്ടിരുന്നു. വെള്ളത്തിൻ്റെ ഒഴുക്കിനൊപ്പം മണലും പുഴയുടെ പല ഭാഗങ്ങളിൽ നിന്നായി ഒഴുകിയെത്തി. ഈ മണലാണ് ഇപ്പോൾ കോരിയെടുക്കുന്നത്. ഈ തീരപ്രദേശം എന്ന രീതിയിൽ കേരളത്തിൻ്റെ ഒരറ്റമാണ് ഈ കബനിയും കർണാടകവും തമ്മിൽ വേർതിരിക്കുന്ന പുഴയാണ് ഈ കബനി എന്ന് പറയുന്നത്. പക്ഷെ കേരളത്തിന് ഒരു നയാ പൈസ ലഭിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ മണൽ കോരാൻ ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോടതി വിധി പ്രകാരം നമുക്ക് ഇന്നും ഒന്നും നടക്കാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ കുടിവെള്ളം പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇവിടെ പല കാര്യങ്ങൾക്കും കോടതി വിധിയും മറ്റ് കാര്യങ്ങളുമെല്ലാം നമുക്ക് എന്നും എതിരാണ്. പുഴയുടെ തീരം ഇടിച്ചുള്ള മണലൂറ്റലും മുമ്പ് വ്യാപകമായിരുന്നു. ഇതേ തുടർന്ന് പുഴയുടെ ഇരുഭാഗങ്ങളിലും വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടു. കേരളത്തിൽ നിന്നുള്ളവർക്ക് പുഴയിൽ മണൽ വാരാൻ അവകാശമില്ല. അതേസമയം കർണാടകക്കാർ പുഴയെ കൊല്ലുന്ന തരത്തിൽ മണലൂറ്റൽ തുടരുകയും ചെയ്യുന്നു. ഇതേ മണൽ കർണാടകയിൽ നിന്നുള്ള മണലെന്ന പേരിൽ കേരളത്തിലടക്കം വിൽപ്പനയ്ക്കും എത്തുന്നുണ്ട്. പെരിക്കല്ലൂർ മുതൽ കൊളവള്ളി വരെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് മണൽ വാരുന്നത്. കോരുന്ന മണൽ കർണാടക ഭാഗത്തായാണ് പലയിടങ്ങളിലായി സൂക്ഷിച്ചിരിക്കുന്നത്. CD ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി.